സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, കാനനപാത തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. സർക്കാർ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത കാർഡ് ഉപയോഗിച്ച് മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കാർഡ് നൽകുന്നതിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പിന്റെ രീതി ഇപ്രകാരമാണ്. പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലാബുകളിൽ നിന്നുള്ള ആൾക്കാരെത്തി തൊഴിലാളികളുടെ രക്തം ശേഖരിക്കും. അതിനുശേഷം അവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ടൈഫോയിഡ് അടക്കമുള്ള മാരക രോഗങ്ങൾക്കുള്ള വാക്സിനേഷൻ നൽകിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നുള്ളതാണ് നിയമം. ഒപ്പം തന്നെ കണ്ണിന്റെ കാഴ്ച, ത്വക്ക്, അതുപോലെ നഖങ്ങൾ അടക്കമുള്ളവ സർക്കാർ ഡോക്ടർമാർ പരിശോധിക്കുകയും വേണം. എന്നാൽ ഈ പരിശോധനകളൊന്നുമില്ലാതെയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് ലാബ് അധികൃതരുടെ ഫോൺ നമ്പർ വാങ്ങി. ഹെൽത്ത് കാർഡ് ആവശ്യക്കാർ എന്ന വ്യാജേന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ ബന്ധപ്പെട്ടു. നിലയ്ക്കലിലേക്ക് വിളിച്ചു വരുത്തി. ഒരു കാറിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളുമായി ലാബ് ഉടമകളെത്തി. അവിടെ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ചില സർക്കാർ ഡോക്ടർമാരുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ ലാബുകൾ നൽകുന്നത്. അതായത് ഈ സർക്കാർ ഡോക്ടർമാർക്കും ലാബുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ DMO തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ 200 രൂപയ്ക്ക് പൂർത്തിയാക്കേണ്ട പരിശോധനകൾക്ക് ലാബുകാർ വാങ്ങുന്നത് 1100 രൂപയാണ്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ചില ലാബുകാരാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. ഇവർക്കെതിരെ നടപടിയുണ്ടാകും. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ സംഘം നടത്തുന്നത്. ജാഗ്രത. ക്യാമറമാൻ അജിത്തിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.